എത്ര കാലം ഇതൊക്കെ മറച്ചു വെക്കാൻ കഴിയും? അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമല്ലേ? അവിടെ അവകാശങ്ങളില്ലേ? ജനം ചോദിക്കില്ലേ? എന്താണ് ജനത്തോട് പറഞ്ഞത്? ട്രംപിന് മാൻഡേറ്റ്, അമേരിക്കൻ ജനതയുടെ മാൻഡേറ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിനുള്ള മാൻഡേറ്റ് കൊടുത്തപ്പോൾ ട്രംപ് കൊടുത്ത ഉറപ്പെന്താണ്? അമേരിക്കയുടെ പണം വളരെ പ്രഷ്യസ് ആണ്, നികുതിദായകന്റെ പണം ഞാൻ വേണ്ടാത്ത രീതിയിൽ ചെലവഴിക്കില്ല, അമേരിക്ക ബാഹ്യ ലോകത്തുള്ള യുദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കും, തൻ്റെ മുൻഗാമികൾ കാട്ടിയ അബദ്ധങ്ങൾ താൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതേ അബദ്ധങ്ങളോ അതിനേക്കാൾ വലിയ അബദ്ധങ്ങളുമാണ് ട്രംപ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിൽ കണ്ടതാണ്, മുൻഗാമികളുടെ കാര്യത്ത് വർഷങ്ങളോളം നീണ്ടുനിന്ന കോൺഫ്ലിക്റ്റ് കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തലയൂരാൻ പെട്ട പാട് നമ്മൾ കണ്ടതാണ്. ഇറാഖിൽ എന്താണ് സംഭവിച്ചത്? ഇറാഖ് ചെറിയ ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി, അത് ISISന്റെ കയ്യിലേക്ക് പോയില്ലേ? ആഗോള ഭീകരതയെ ക്ഷണിച്ചു വരുത്തിയത് അമേരിക്കയുടെ അനാവശ്യമായ ഇടപെടലുകളല്ലേ? സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടം വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിരുന്നല്ലോ, ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരുന്നു, സദ്ദാമിനെ അട്ടിമറിക്കാൻ പറഞ്ഞ കാരണങ്ങളും തെറ്റായിരുന്നില്ലേ? ചരിത്രപരമായി അമേരിക്ക കാട്ടിയ ബ്ലണ്ടേഴ്സ് തിരുത്താൻ താനിതാ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ട്രംപാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധ പഞ്ചാംഗങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ലിത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കൊഹീഷൻ പോലും നേരത്തെ ഇവിടെ ചർച്ചയ്ക്ക് വന്നല്ലോ. GCCയുടെ ഏകോപനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈവൻ ലാർജർ സെൻസിൽ പറഞ്ഞാൽ ആ പ്രദേശത്തെ ആ രാജ്യങ്ങൾ തമ്മിൽ അജാന്ത ശത്രുതലായി മാറുകയല്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വിശ്വസിക്കാത്ത രീതിയിൽ പൂർണ്ണമായ വിശ്വാസ തകർച്ചയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? പണ്ട് ഡൊണാൾഡ് റീഗൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം ഡീൽ ചെയ്തോളൂ, ട്രസ്റ്റ് ബട്ട് വെരിഫൈ. ആദ്യം ഒന്ന് വിശ്വസിക്കുക, എന്നിട്ട് നമുക്ക് ഫാക്ട്സ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം ആത്യന്തികമായി ഡീൽ ചെയ്താൽ മതി. ഇതാണല്ലോ പഴയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ചിന്ത, അല്ലോ പഴയ റൊണാൾഡ് റീഗൻ്റെ ചിന്ത. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും ട്രംപുമായി ഇടപെടുന്ന ഗൾഫ് രാജ്യങ്ങളായിക്കൊള്ളട്ടെ, ഇറാൻ ആയിക്കൊള്ളട്ടെ, ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ, നിരന്തരം ഗോൾ പോസ്റ്റ് മാറ്റുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ വാക്കുകൾ നമ്പി മുന്നോട്ട് പോയാൽ ഗതികേടിലാകും എന്നതാണ് അനുഭവം.